ഇനി തുണി വല്ലതും ഉണ്ടോ കുഞ്ഞെ? ഇല്ല, ഇത്രയേ ഉള്ളൂ. വീട്ടു ജോലിക്കെന്നും പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചതാ. പ്രായം കഴിഞ്ഞ ഒരു പെണ്ണ് എങ്ങനെ അന്യപ്പെട്ട് പോയി താമസിക്കുന്നേ? പിന്നെ പരമനായര് പറഞ്ഞപ്പോ ഒഴിയാനും വയ്യ. ആലോചിച്ചപ്പോ അടുത്തല്ലേ, രാത്രി പോവുകയും ചെയ്യാലോ. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ അല്ലേ? വിജയ ബാങ്കിൽ ജോലിയുള്ള വേണു താമസിക്കുന്നത് ഇതാ തന്നെ. ആ ഒരുമ്പട്ടോ എവിടെ? ഇവിടെ ഇല്ലേ? നമ്മളെ കണ്ട അകത്ത് ഒളിച്ചിരിക്കുക. ഏത് ഗോവർണത്തിൽ കയറി ഇരുന്നാലും ഞങ്ങൾ കണ്ടുപിടിക്കും. ഇറങ്ങി വാടി ഇവിടെ. കുടുംബത്തിന് മാനം പോക്കാൻ പറഞ്ഞ അശ്രീകരം. നിന്ന് കിടക്കാൻ ഇറങ്ങണി വേഗം. എന്താ അവിടെ ഒരു കശപിശ പോലെ? ആ കുട്ടിയുടെ വീട്ടുകാരെന്നാ തോന്നണേ. വേണുല്ലേ ഇവിടെ? ഇല്ലേ? ഉണ്ടെങ്കിൽ കാണേണ്ടതായിരുന്നല്ലോ. ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളല്ലോ എന്ന് കരുതി ലാളിച്ചു. അതിന്റെ പ്രചോദനം കിട്ടി. ഒരക്ഷരം വിട്ടാട്ട് ഇറങ്ങി വന്നോ? ആ ഇല്ലാത്തത് നന്നായി. അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ വെച്ച് അവന്റെ കൈയും കാലും തല്ലി ഓടിച്ച് ഇവിടെ ഇട്ടേനെ. ആര് വരാതെന്ന്? നൊന്ത് വെച്ച തള്ള 5 ദിവസമായിട്ട് ഉണ്ണി നടക്കാതെ തളർന്ന് കിടക്കാനോടെ. ജീവച്ഛം പോലെ ഞാനൊരുത്തൻ എന്നിട്ട് അവള് പറഞ്ഞു കേട്ടില്ലേ അവൻ വരട്ടെന്ന്. ആളില്ലാത്ത നേരത്ത് കയറി വന്ന് അക്രമമാണ് ഇതൊക്കെ. എന്തെങ്കിലും പ്രധാന പ്രശ്നം പറയുമ്പോ അപ്പഴാ എണ്ണ ഒന്ന് ഇറങ്ങി. എന്താ നിങ്ങൾ കാണിക്കുന്നേ? എല്ലാറ്റിനും ഇതൊരു പരിഹാരം. ഇത് വേറെ പരിഹാരം ഒന്നുമില്ല. ഇവിടെ വിളിച്ചോണ്ട് പോവന്നെ. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. ആ കുട്ടിക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്, അയാളും കൂടെ വരട്ടെ. ഞങ്ങളറിയാം അവക്കൊരു ഹസ്ബൻഡ് ഇല്ല. ലോകപരിചയം പോലും ഇല്ലാത്ത എന്റെ കുട്ടിയെ കൈവശം കൂടി തട്ടിക്കൊണ്ട് വന്നതാണ്. അല്ല, നിയമപ്രകാരം ഈ കുട്ടി അയാളുടെ ഭാര്യയായി കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയില്ല. രജിസ്റ്റർ മാരേജ് നടക്കുമ്പോ അവർക്ക് സുബോധമില്ലായിരുന്നു ഞങ്ങൾ തെളിയിക്കും. ആഹാ, കോടതിയിലായാലും എവിടെയായാലും സത്യാവസ്ഥ പറയേണ്ടത് ഈ കുട്ടിയല്ലേ? പറയൂട്ടി, പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാൽ നാളത്തെ പറയാ. ധൈര്യമായി പറഞ്ഞോളൂ കുട്ടി. എന്നോട് ക്ഷമിക്കണം. മേനോട്ടിനെ വിട്ട് ഞാൻ വരില്ല. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. എവിടൊക്കെ കൊണ്ടുപോയി വിസ്തരിച്ചാലും ഈ കുട്ടി ഇത് തന്നെ പറയും. വാശിയും വഴക്കും ഒക്കെ ഇവിടെ വരെ പോരെ. ആഗ്രഹിച്ച പോലെ അല്ലെങ്കിലും മകള് സന്തോഷമായിട്ട് കഴിഞ്ഞു കണ്ടാ പോരെ സന്ധ്യയുടെ അച്ഛന്. അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? ഒരു കാര്യം, സമാധാനമായിട്ട് കഴിയുന്ന ഭാര്യയും ഭർത്താവിനെയും അതിനനുവദിക്കില്ല എന്നാണ് ഭാവമെങ്കിൽ ചോദിക്കാനും പറയാനും ഇവിടെ നിയമം പോലീസും ഒക്കെ ഉണ്ട്. വിളിച്ചു വരുത്താൻ ഞങ്ങളുണ്ട്. നീ എന്റെ മകളല്ല. എന്നായാലും ഇങ്ങനൊരു ദിവസം നേരിടേണ്ടി വരുമെന്ന് അറിയായിരുന്നല്ലേ? ചങ്ക് പൊട്ടിയിട്ടാ വേണോട്ടാ അച്ഛൻ പറഞ്ഞത്. ഞാൻ മോളല്ലെന്ന്. അങ്ങനെ പറഞ്ഞ അല്ലാണ്ടാവുമോ മോളെ? സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ അച്ഛൻ ഇത്രയും വാശി. ഈ സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെ അച്ഛനതെല്ലാം മറക്കും, ഓർക്കും. മോള് കണ്ടോ? എന്താ ഇത്? അല്ല, എന്താ വേണ്ടത്? കുറച്ച് പായസ. അമ്പലത്തിലെ വഴിപാടായിരിക്കും. അല്ല, വീട്ടിലുണ്ടാക്കിയതാ. അപ്പ വഴിപാട് തന്നെ. ഭാര്യ വീട്ടുകാരുടെ ഒരു ഭീഷണി ഉണ്ടായിരുന്നല്ലോ. ബഹളത്തിൽ നിന്ന് പലിക്കേറിക്കാതെ രക്ഷപ്പെട്ട എന്റെ ഒരു വക. സന്ധ്യ പറയുന്നത് സാറാ സമയത്ത് വന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവള് തലയിറങ്ങി വീണെന്ന. സത്യത്തിൽ എങ്ങനെ നന്ദി പറയണമെന്ന്. നന്ദി ഒന്നും പറയണ്ട, പ്രവർത്തിച്ചാ മതി. ഈ ഹോട്ടലിൽ നിന്ന് വരുന്ന ചാപ്പാട് കഴിച്ച് മടുത്ത് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി പായസോ ഇത്തിരി പലഹാരോ. അതെ അതെ, മധുര പലഹാരം തന്നെ ആയിക്കോട്ടെ. സാറിന് മധുരം വലിയ ഇഷ്ടമാ. ഓ, പഞ്ചാര ഇഷ്ടമില്ലാത്ത ഒരാള് എന്തൊരു ആക്കാന്നാണ് അപ്പോ കാണുന്നതിന് മുമ്പ്. ഒഴിക്ക.
എനിക്ക് എന്റെ കുഞ്ഞെ അച്ഛൻ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ എന്റെ സർവാംഗം വിറ വന്നതാ. ദേഷ്യം വന്ന വായി തോന്നുന്നത് എന്തും പറയും ഞാൻ. പക്ഷെ അത് പാടുണ്ടോ? ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ, ആ നില വിട്ട് പെരുമാറാവോ? അതാണ് എന്റെ കുഞ്ഞെ ഞാൻ കുളിമുറി കയറി കഥ കടച്ചത്. കാണണ്ടല്ലോ. മനസ്സിലായി. കൃത്യസമയത്ത് ആ വാര്യർ സാർ ഇങ്ങ് വന്നത് കുഞ്ഞിന്റെ ഗുരുത്വ. അല്ലെങ്കിൽ വഴക്കും ബഹളവും കേസും കോടതിയും എന്തായേനെ എന്റെ തമ്പുരാനെ. ഇത്രയും മനുഷ്യപ്പറ്റു ലോകപരിചയമുള്ള ആളാ, പക്ഷെ ഒറ്റയാനായി കഴിയാനാ വിധി. ആര്? ആ വാര്യർ സാറേ. കല്യാണം കഴിച്ചിട്ടില്ലേ? ഉള്ളതി മൂത്തതാ. അനിയത്തുങ്ങൾ ഒരു നിലയ്ക്ക് എത്തിച്ചു വന്നപ്പോ സ്വന്തം കാര്യം മറന്നു. ഇങ്ങനെ ഒരു ശുദ്ധനെ കണ്ടിട്ടില്ലെന്നാ എപ്പോഴും പറയാറ്. ആര്? പരമനായരേ. ഞങ്ങളുടെ ലൈഫിൽ ഒരു വല്ലാത്ത ഘട്ടം വന്നപ്പോ ഒരു ജ്യേഷ്ഠനെ പോലെ രക്ഷയ്ക്കെത്തി ഡിഫെൻഡ് ചെയ്ത ആളാ സാറ്. ആ ഒരു അടുപ്പം വെച്ചോണ്ട് കൂടി തന്നെയാ. ചോദിക്കുന്ന എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും എന്താ സാറേ ജീവിതം ഇങ്ങനെ ഒറ്റയ്ക്കാക്കാൻ തീരുമാനിച്ചത്? അതങ്ങനെ സംഭവിച്ചേ ഉള്ളൂ. അതെ, എന്നാലും അതിന്റെ പിന്നിലൊരു കാരണം കാണുമല്ലോ. ഒരു അഫയറിന്റെ ഫെയിലിയറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അല്ല, അഫയർ ആയിക്കൊള്ളുന്നില്ല. ഒരാലോചന പറഞ്ഞുറപ്പിച്ചിട്ട് നടക്കാതെ പോവാലോ. അതിന്റെ പേരിൽ ഒരു ഡിജക്ഷൻ തോന്നുകയോ അല്ലെങ്കിൽ ഒരു ഡിജക്ഷനും തോന്നിയിട്ടല്ല വേണു. ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. ഇത്രയുമായ സ്ഥിതിക്ക് ഇനി ഈ ജീവിതം വഴിതിരിച്ചു വിടുക എന്നൊക്കെ പറഞ്ഞാൽ വേണ്ടോ, ശരിയാവില്ല. വിവാഹ ജീവിതത്തെ വെറുക്കാൻ മറിച്ചൊരു അനുഭവം ഇല്ലാത്ത സ്ഥിതിക്ക് വേണ്ടാന്ന് വയ്ക്കാൻ ഈ പറഞ്ഞൊരു ന്യായമൊന്നുമല്ല. ആട്ടെ, വൈകിപ്പോയത് കൊണ്ട് വേണ്ടാന്ന് കരുതിയെന്നല്ലാതെ ഇനി വയ്യാന്ന് സാറ് വ്രതമൊന്നും എടുത്തിട്ടില്ലല്ലോ. ഓ, അങ്ങനെയൊന്നുമില്ല. അതിനർത്ഥം ഇണങ്ങിയ ഒരു സ്ത്രീയെ കണ്ടുകിട്ടിയാൽ വിരോധമില്ലെന്ന്. താനെന്നെ ട്രാപ്പ് ചെയ്യണം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ സാറേ? അങ്ങനെ വൈകിപ്പോയിട്ടൊന്നുമില്ല സാറിന്. എല്ലാരെയും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. എന്നെ തൽക്കാലം എന്റെ വഴിക്ക് വിട്ടേക്കുക. സാറേ, ആ, അലക്കുന്നില്ലേ? അലക്കുന്നില്ലേ? അതവിടെ ഇരുന്നോളൂ. പിടി തരാതെ വാര്യർ സാർ വഴുതി കളഞ്ഞു. പക്ഷെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത്രയും നല്ലൊരു മനുഷ്യന്റെ ജീവിതം പങ്കിടാനുള്ള ഭാഗ്യം ഏതെങ്കിലും ഒരു പെണ്ണിനുള്ളത് എന്തിനാ ഇല്ലാതാക്കുന്നത്? നിർബന്ധിക്കണം വേണോട്ടാ. നിർബന്ധിക്കുക മാത്രമല്ല, വാര്യർ സാറിന്റെ ജീവിതം ഒരു കരക്കടിപ്പിച്ച് ഞാൻ പച്ചപിടിപ്പിക്കും. നീ കണ്ടോ? കാണട്ടെ മിടുക്ക്. അത് കണ്ടിട്ട് വേണം നിനക്ക് എന്റെ മിടുക്കറിയാൻ അല്ലേ? ഒരാവശ്യമില്ലാതെ ഒരു കാരണവുമില്ലാതെ ഒരാളിങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കേ. പ്രത്യേകിച്ച് നമ്മൾ ചിലർ ഇടപെട്ട സ്ഥിതിക്ക് സാറിന്റെ അടുത്ത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞ് നിന്നാലെങ്ങനെയാ? അല്ല കൈമളേട്ടാ, ഇതൊരു കുടുംബ കാര്യമായിട്ടെടുത്ത് നമുക്ക് ഒരുമിച്ച് നിന്നൊന്ന് പിടിച്ചൂടെ? എന്താ പിടിച്ചൂടെ? പിടിക്കാം. പിടിക്കാം. ആരെ പിടിക്കുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നേ? ഇവിടെ വേറെ ആരുടെ കാര്യം പറയാനുള്ളത്? ഇയാളെന്നെ കള്ളൻ 4 പേരറിയാതെ ഇയാൾ കല്യാണം കഴിച്ചു ക്ഷമിച്ചു. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത്രയും പറഞ്ഞെങ്കിലും സദ്യ തന്നൂടെ സാറേ? ആ ഡിമാൻഡ് ന്യായമാണ് കേട്ടോ വേണു. സാറ് പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ. ഈ ഞായറാഴ്ച തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എന്താണോ? ആയിക്കോട്ടെ.